നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വീട് നിർമ്മാണത്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വീട് ഏറ്റവും മനോഹരമാവുന്നത് അതിൻ്റെ എക്സ്റ്റീരിയറിനും ഇൻറ്റീരിയറിനും ഒരുപോലെ പ്രാധാന്യം നൽകുമ്പോഴാണ്. ഇന്ന് ഞാൻ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് 3000 സ്ക്വയർ ഫീറ്റിൽ പൂർണ്ണമായും കോണ്ടംപററി ഡിസൈനിൽ തീർത്തിട്ടുള്ള ഒരു ഭവനത്തിന് മുന്നിലാണ്. ഇത് ഒരു ഗ്രേ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇതിൻ്റെ എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ മനോഹരമാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ. ഒരു മിനിമലിസ്റ്റിക് ഡിസൈനിലാണ് ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. ഇറ്റ്സ് മീ സുനി, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡിസൈനിലേക്ക് വരുമ്പോൾ ആദ്യം പറയേണ്ടത് ഈ ഒരു ഗേറ്റും കോമ്പൗണ്ട് വോളുമാണ്. നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഒരു വോള് GI മെറ്റീരിയലിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ഗേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കാണ്. വളരെ സിമ്പിളായിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ ചെയ്തെന്ന് പറയാം. അതിനകത്തൊരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വീടിൻ്റെ നെയിം ബോർഡിലേക്ക് വരുന്ന സമയത്ത് ആക്രിലിക്കിൽ വുഡൻ ഫിനിഷ് കൊടുത്തിട്ടാണ് നമ്മളൊരു നെയിം ബോർഡ് ചെയ്തിരിക്കുന്നത്. സ്പാരോസ് പെർച്ച് എന്നാണ് ഈ ഒരു വീടിൻ്റെ പേര്. നമുക്ക് ഇനി ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഡീറ്റെയിലേക്ക് വരാം. ഇവിടെ മുഴുവനായിട്ട് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ്. നമുക്ക് 3x1 സൈസിലാണ് ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് വെർട്ടിക്കലായിട്ട് മാത്രം നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫ്രണ്ടേജുള്ള വീടാണ്. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റോണിലേക്ക് നമ്മൾ പെയിൻറ്റ് ഫിനിഷ് കൊണ്ടുവരാണ്ട് ഒരു സ്റ്റോൺ ക്ലിയർ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലേക്കൊക്കെ മുഴുവനായിട്ട് നമ്മൾ കേർട്ടൺ ക്രീപ്പേഴ്സാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള സിമൻറ്റ് പോട്ട് വെച്ചിട്ട് കേർട്ടൺ ക്രീപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ പേൾ ഗ്രാസ് വെച്ചിട്ടാണ്. ഇനി ഈ വീടിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ബോക്സ് തന്നെയാണ്. ഏകദേശം ഒരു 45 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ ഒരു 65 സെൻറ്റിമീറ്റർ ഹൈറ്റിനകത്ത് ഇതിനകത്തേക്ക് മെയിനായിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കലാത്തിയ, അതുപോലെ തന്നെ ഹെലിക്കോണിയ, ഈ 2 ടൈപ്പ് പ്ലാന്റ് വെച്ചിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഗ്രീനറി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ അത്യാവശ്യം നമുക്കൊരു പ്രൈവസിയും ഫീൽ ചെയ്യും. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇനി നമുക്ക് വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലോട്ടിന് വേണ്ടിയിട്ടാണ്, ഈ ലെങ്തി ആയിട്ടുള്ളൊരു പ്ലോട്ട് ആയതുകൊണ്ടാണ് ഈ രീതിയിൽ ഭയങ്കര ലെങ്തി ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഈ ഒരു സൈഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ മനോഹരമായ നമ്മുടെ നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് സ്റ്റോണിനകത്ത് ആ ഒരു സ്റ്റോൺ ക്ലിയർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബോക്സി ടൈപ്പ് തന്നെയാണ്. ഈ ഒരു ബെഡ്റൂമിലേക്ക് നമ്മളൊരു ബോക്സി ടൈപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. സിറ്റ് ഔട്ട് ഈ ഒരു ക്യാൻഡിലിവർ കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി സിറ്റ് ഔട്ടിൻ്റെ ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ ഇത് ഏകദേശം ഒരു 7 മീറ്റർ വരുന്ന ഓപ്പൺ സിറ്റ് ഔട്ടാണ്. ജസ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു ക്യാൻഡിലിവർ കൺസെപ്റ്റാണ്, നമ്മൾ പില്ലേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഒരു ഓപ്പൺ സ്പേസ് നമുക്കിവിടെ ഫീൽ ചെയ്യും. ഇവിടേക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. നമ്മുടെ റൈസറും ടെഡും എല്ലാം ആ ലെപ്പോത്ര ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മെയിൻ ഡോറിലേക്ക് വരുവാണെങ്കിൽ ടീക്ക് വുഡ് സാധാരണ നമുക്ക് 120 വിഡ്ത്തൊക്കെ ഉണ്ടെങ്കിൽ നോർമൽ കേസിൽ ഡബിൾ ഡോറാണ് നമ്മൾ സാധാരണ ചെയ്യുക. ഇവിടെ ക്ലയൻറ്റിന് സിംഗിൾ ഡോറ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഇത്തരത്തിൽ വലിയ ഡോറുകൾ സിംഗിൾ പാളിയാണ് ചെയ്യുവാണെങ്കിൽ വരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് ഒരു സൈഡിലേക്ക് നമ്മുടെ ഹിഞ്ചസിൽ നിന്ന് ഹാങ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ബെറ്ററായിട്ട് അത്രയും നല്ല ഹെവി ഡ്യൂട്ടി ഹിഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ലിവിങ് ഹാളാണ്. നമ്മുടെ ഈ ലിവിങ് ഹാള് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രേ വൈറ്റ് തീമിലാണ്. ഗ്രേ വൈറ്റ് തീം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം പറയേണ്ടത് ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനെ കുറിച്ചിട്ടാണ്. ഫ്ലോറിങ് പൂർണ്ണമായിട്ടും ഗ്രേ ഫിനിഷ് നമ്മുടെ കജേരിയയുടെ നമ്മുടെ കർവിങ് സീരീസിലെ 4x2 അതായത് 1200 600 സൈസ് വരുന്ന ടൈൽസാണ് ഇവിടെ നമ്മൾ വിരിച്ചിരിക്കുന്നത് എപ്പോക്സി ഫിനിഷിൽ. അതുപോലെ തന്നെ ഈ ഒരു വോള് നമുക്ക് ആ ഒരു ആർക്കി കോൺക്രീറ്റ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്ചർ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്
വാളിന് മേച്ചാവുന്ന തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ കോർണർ സോഫ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈവൻ നമ്മുടെ ആ ഒരു ടീ ടേബിളിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് നമ്മളൊരു ഗ്രേ വൈറ്റ് ആ ഒരു കളറ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഈ പിന്നെ ഇതൊരു ക്യാമറ കേട്ടോ, ഇത് നമ്മുടെ ഈ ക്ലയൻറ്റിൻ്റെയാണ്. റോഷൻ സിനി ദമ്പതികളുടേതാണ് ഈ ഒരു വീടെന്ന് പറയുന്നത്. പുള്ളി ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരാളാണ്. ടി വി യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു 65 ഇഞ്ച് ടി വി സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ടി വി യൂണിറ്റാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ആ ഒരു ബ്ലാക്ക് തീം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ WPC ബ്ലാക്ക് ലുവേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡൈനിങ് ഹാളും നമ്മുടെ ലിവിങ്ങുമായിട്ട് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടി വി യൂണിറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ GA സ്ട്രക്ചറിലാണ് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് കയറിയാൽ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വളരെ വലിയ സൈസിലല്ലാത്ത എന്നാൽ നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഡൈനിങ് ഏരിയ ആണ്. ഈ ഒരു ഡൈനിങ് ടേബിൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. ഇതിനകത്തൊരു വാൾനട്ട് കളർ ഫിനിഷൊക്കെ കൊണ്ടുവന്നിട്ട് കസ്റ്റമൈസ് ചെയ്തതാണ്. 6 സീറ്ററാണ്. ഇതിൻ്റെ ടോപ്പിലേക്ക് ഇട്ടിരിക്കുന്നത് ആർട്ട് മാർബിളാണ്. ഇവിടെ ആയിട്ട് നമ്മൾ ഓൾറെഡി 3D ചെയ്ത സമയത്ത് തന്നെ അവർക്ക് ഒരു ലാസ്റ്റ് സപ്പാൻ്റെ ഒരു പിക്ചർ വേണം എന്ന് പറഞ്ഞിട്ട് അന്നേ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കിച്ചണിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും നമുക്കൊരു ഓപ്പൺ കൺസെപ്റ്റ് കിച്ചണാണ്. അതിനകത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുന്നേ ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു പോർഷനാണ് ഈ കാണുന്ന ഒരു കോർട്ട്യാർഡ് എന്ന് പറയുന്നത്. കോർട്ട്യാർഡ് മാക്സിമം യൂസ്ഫുൾ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് അതോടൊപ്പം തന്നെ ഒരു സിറ്റിംഗ് ഏരിയ ആണ് കുഷനൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഒരു വിൻഡോ, അത് നമ്മൾ ബേ വിൻഡോ കൺസെപ്റ്റിലാണ്. ഒത്തിരി വൈഡൊന്നും അല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ഒരു 2 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബേ വിൻഡോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ വെർട്ടിക്കൽ നിഷസ് കൊടുത്ത് ഗ്ലാസ് കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് തന്നെ മാക്സിമം ലൈറ്റ് ഈ വീട്ടിനകത്തേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി വാഷ് ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും കോർട്ട്യാർഡും വാഷ് ഏരിയയും തമ്മിൽ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു പ്ലാൻ ബോക്സ് വെച്ചിട്ടാണ്. അത്യാവശ്യം ആ സിമൻറ്റ് ടെക്സ്ചർ അതിനകത്ത് കൊണ്ടുവന്ന് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ അത്യാവശ്യം നമ്മുടെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു വാഷ് ഏരിയ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പുറകിൽ കാണുന്ന ഈ ഒരു നമ്മുടെ ലൂവേഴ്സും WPC ലൂവേഴ്സും അതുപോലെ തന്നെ നമുക്ക് സർക്കിളായിട്ട് വരുന്ന LED ടച്ച് മിററുമാണ്. ഇതെല്ലാം തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കിച്ചൺ തന്നെയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. നമ്മൾ നേരത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ കാര്യം പറഞ്ഞു. 120 ഹൈറ്റിൽ മുകളിൽ നമ്മുടെ പിന്നെ PVC ബോർഡ് വെച്ചിട്ടാണ് ഇതിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ WPCയുടെ ലൂവേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ ഒരു പാരലൽ കിച്ചൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ഒരു കിച്ചൺ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേഷനാണ്. ഒരു ഗ്രീൻ വൈറ്റ് ബ്ലാക്ക് തീമിലാണ് ഈ ഒരു കിച്ചൺ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ സ്റ്റോറേജ്, അതുപോലെ തന്നെ സ്ലാബ്, ഹുഡ് ആൻഡ് ഹോബ് കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിരിക്കുന്നത് നമ്മുടെ ഗാലക്സി ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. ഇനി ഇവിടുത്തെ വിൻഡോയുടെ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൈസ് വിൻഡോസാണ്. ഏകദേശം 60 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് വരിക. അതുപോലെ തന്നെ എബോ 2 മീറ്ററിന് അപ്പുറം ഇതിന് ലെങ്ത് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് വെനീഷ്യൻ ബ്ലൈൻഡ്സ് ആണ്. താഴെയായിട്ട് അത്യാവശ്യം ഒരു വോം LED ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് ഇതിനകത്ത് റൊട്ടേറ്റബിൾ ആയിട്ടുള്ള അത്യാവശ്യം നമ്മുടെ സിങ്ക് കോക്ക് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഇവിടേക്ക് നമുക്ക് അത്യാവശ്യം ഒരു കട്ട്ലറി യൂണിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പുൾ ഔട്ട്, അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് എന്ന് തന്നെ ഈ കിച്ചനെ കുറിച്ചിട്ട് പറയാം കേട്ടോ. മാക്സിമം നമ്മുടെ സ്പേസ് ഈ കിച്ചണിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കിച്ചണിന് ഒന്നുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിലേക്ക് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇനി നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇത് ശരിക്കും നമ്മുടെ മെയിൻ കിച്ചൺ എന്ന് പറയാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമ്മളൊരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു കിച്ചണിലെ മാക്സിമം കാര്യങ്ങൾ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു പുൾ ഔട്ട് സ്റ്റോറേജാണ് നമ്മൾ ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അതുപോലെ വർക്ക് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും ഹുഡ് ആൻഡ് ഹോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുച്ചിന ബ്രാൻഡിൻ്റെ ആണ്. ഇവിടെ ഡബിൾ ലെയർ സിങ്കും റൊട്ടേറ്റബിൾ സിങ്ക് കോക്കും ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ മാക്സിമം സ്പേസ് കളയാണ്ട് തന്നെ ഒരു പാസേജ് പോലെയാണ് ഇവിടുത്തെ ബെഡ്റൂമിലേക്ക്, സ്റ്റഡി ഏരിയയിലേക്ക്, അതുപോലെ തന്നെ അപ്സ്റ്റെയറിലേക്കൊക്കെ കയറാനുള്ള ഒരു സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് വേറൊരു സംഭവമാണ് ഇതുപോലെ നമ്മുടെ ഡോർ ഫോണ്. അത്യാവശ്യം നമുക്ക് പുറമേ നിന്നുള്ള നമ്മുടെ ഗേറ്റിലുള്ള അവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാലൊക്കെ ഇവിടെ നിന്നിട്ട് തന്നെ അവരുടെ അടുക്കൽ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കും. വേണ്ട ജസ്റ്റ് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു വിഷ്വൽ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ പ്രെയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രെയർ ഏരിയ ആണ്. ജസ്റ്റ് അതിനകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടുപുറത്തായിട്ട് ആ ഒരു സെയിം ആ ഒരു വോക്ക്വുഡ് ഫിനിഷിലേക്ക് നമ്മളൊരു ചെറിയ ഒരു സ്റ്റഡി ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം. ഇതും ഒരു ഗ്രേ വൈറ്റ് തീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ലോങ് ലെങ്ത്തിലാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ ഒരു റീഡിങ് ഏരിയ എന്നൊക്കെ പറയാം, ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വർക്കിംഗ് സ്പേസ് എന്ന് പറയാം, ആ ഒരു രീതിയിലേക്ക് അത് ചെയ്തിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ മനോഹരമായ ഗ്രേ വൈറ്റ് തീമിലുള്ള ഈ ഒരു കർട്ടൻസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വിൻഡോസ് എന്ന് പറയുന്നത് നമ്മൾ ടോപ്പ് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ബെഡിൻ്റെ ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ കിങ് സൈസ് ബെഡാണ്. 10 ഇഞ്ച് തിക്നെസ്സിലുള്ള മാട്രസാണ് ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹെഡ് റെസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ വെൽവെറ്റിൻ്റെ ക്ലോത്തിലാണ് ഹെഡ് റെസ്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വോളാർട്ട് കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ വിൻഡോസിലേക്ക് വരുവാണെങ്കിൽ വൈറ്റ് കളറിലാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സീബ്ര ബ്ലൈൻഡ്സ് ആണ് ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ആ ചെറിയ വിൻഡോയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഉള്ളത് ഒരു ഡ്രസ്സിങ് ഏരിയ ആണ്. ഡ്രസ്സിങ് ഏരിയയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ജസ്റ്റ് അത്യാവശ്യം ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഇൻറ്റീരിയർ എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേഷനിലാണ്. ബാക്ക് സൈഡിലും അത്യാവശ്യം വലിയൊരു ഫുൾ ലെങ്ത് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടോയ്ലറ്റിലേക്ക് വരുവാണെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ ഡിസൈൻ എന്നൊക്കെ പറയാം ടോയ്ലറ്റ്. ആ രീതിയിലാണ്. അങ്ങനെ പറയാനുള്ളൊരു കാരണം എപ്പോഴും ടോയ്ലറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ വാഷ് ഏരിയ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ WC, പിന്നീട് നമ്മുടെ ബാത്ത് ഏരിയ, ഇത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ താഴത്തെ ഗസ്റ്റ് ബെഡ്റൂമാണ്. നമ്മുടെ പ്രെയർ യൂണിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നതാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം. എല്ലാ ഡോറ് വിൻഡോസ് വൈറ്റ് കളറിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം ഫുൾ ലെങ്തിലുള്ള വാർഡ്രോബ്സ് കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബ്ലൂ വൈറ്റ് തീമിലാണ് ഈ ഒരു റൂമിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ കർട്ടണിലേക്കും എല്ലാം നമ്മൾ ആ ഒരു ബ്ലൂ വൈറ്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടത്തെയും ബെഡിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കിങ് സൈസ് ആണ്. ഇനി അപ്സ്റ്റെയറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു 2 വോള് നമ്മുടെ സിമൻറ്റ് ടെക്സ്ചർ വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ സ്റ്റെപ്പിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് റെയിൽ വരുന്ന സമയത്ത് നമ്മുടെ SS മാറ്റ് ഫിനിഷിൽ വിത്ത് ഗ്ലാസ് ആണ് നമ്മുടെ ഹാൻഡ് റെയിലിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഒരു 4ഓളം ഫുട് ലാമ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലേക്ക് ടോപ്പിലേക്ക് വരുവാണെങ്കിൽ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എലഗൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്, അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ നമ്മുടെ ബ്ലൈൻഡ്സിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനുള്ള ബ്ലൈൻഡ്സ് ആണ്. ഇനി മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ഒരു വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിവിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട്. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഈ ഒരു ബാൽക്കണി സ്പേസിലും നമ്മൾ പില്ലറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ക്യാൻഡിലിവർ കൺസെപ്റ്റിലുള്ള ആ ഒരു കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ നന്നായിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ആ കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഇനി മുകളിൽ 2 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു പാർട്ടി ഏരിയ ആണുള്ളത്. ഈ ഒരു ബെഡ്റൂം നമ്മൾ ചെയ്തിരിക്കുന്നത് ഒലിവ് ആൻഡ് വൈറ്റ് തീമിലാണ്.
ഇവിടെ മുഴുവനായിട്ട് നമ്മുടെ ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ആ ഒരു ഗ്രേ ഫിനിഷ് നമ്മുടെ കജേരിയുടെ കാർവിംഗ് സീരീസ് ടൈല് തന്നെയാണ്. ഈ 4 ബെഡ്റൂമും 4 കളർ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതുപോലെ തന്നെ ഒലിവ് ഗ്രീൻ ആൻഡ് വൈറ്റ്, ബ്ലൂ ആൻഡ് വൈറ്റ്, ഗ്രേ ആൻഡ് വൈറ്റ്. ഈ ഒരു റൂം നേരത്തെ പറഞ്ഞ പോലെ ഒലിവ് ഗ്രീൻ ആൻഡ് വൈറ്റിലാണ്. നമ്മുടെ വാർഡ്രോബ്സിനകത്ത് നമ്മൾ ആ ഒരു കളർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്രോയേഴ്സിനൊക്കെ ആ ഒരു വൈറ്റ് കളർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതിനൊക്കെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളാണ് കേട്ടോ. മാക്സിമം നമ്മുടെ സ്റ്റോറേജ് ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലോഫ്റ്റ് യൂണിറ്റ്. ഇനി കർട്ടണിലേക്ക് വരുവാണെങ്കിൽ അവിടെയും ഈ പറയുന്ന ഒരു ഒലിവ് ഗ്രീൻ വൈറ്റ് കളർ തീമിലാണ് കേർട്ടൺ ചെയ്തിരിക്കുന്നത്. ഇനി ഈ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിനെല്ലാം വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എലിവേഷനിലേക്ക് കണ്ട ഒരു പ്രൊജക്ഷൻ, അത് ശരിക്കും ഒരു ബേ വിൻഡോ ആണ്. അത്യാവശ്യം ഒരാൾക്ക് ഇരിക്കൽ മാത്രമല്ല, അത്യാവശ്യം കിടക്കണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസുള്ള ഒരു സംഗതിയാണ്. ശരിക്കും ബേ വിൻഡോ കൊണ്ട് എന്താണ് യൂസ് എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. നമ്മുടെ ഏരിയയിൽ വരാണ്ട് നമുക്ക് മാക്സിമം ഒരു സ്പേസ് കിട്ടും. നമ്മുടെ റൂമിലേക്കും അത് നമ്മുടെ ആ സ്പേസിനെ ബാധിക്കില്ല. ശരിക്കും ഈ കാണുന്ന ഹാങ്ങിങ് ലൈറ്റിൽ പോലും ആ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണിത് ഇത്രയും കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കളർ പാലറ്റിങ്ങിന് ഒട്ടനവധി പ്രാധാന്യമുണ്ട്. ആ ഒരു ബിൽഡിങ്ങിൻ്റെ ജീവൻ എന്ന് പറയുന്നത് തന്നെ ആ ഒരു കളർ പാലറ്റിങ്ങിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇനി നമുക്ക് ഡ്രസ്സിങ് ഏരിയയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റിൻ്റെ ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും ഇതിനകത്തും ആ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീം തന്നെയാണ്. ആദ്യം ഒരു വാഷ് ഏരിയ, പിന്നെ നമ്മുടെ WC, അതുപോലെ തന്നെ നമുക്ക് വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ തിരിച്ചിട്ടുള്ള ഒരു ബാത്ത് സ്പേസ് ആണ്. ഇവിടുത്തെ എല്ലാ മിററിലും യൂസ് ചെയ്തിരിക്കുന്നത് ടച്ചാണ്. ടച്ച് മിററാണ്, LED മിററാണ് എല്ലാ ടോയ്ലറ്റിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ കാണിക്കാത്ത ഒന്നായിരുന്നു ഒരു കോമൺ വാഷ്റൂം. ശരിക്കും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. അതിന് മുകളിലായിട്ട് ഈ ഒരു സ്പേസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അയണിങ് സ്പേസ് ആയിട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഡ്രസ്സെല്ലാം അയൺ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അത് സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ ഉള്ള നല്ലൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. മാക്സിമം നമ്മുടെ സ്പേസ് ഡെഡ് സ്പേസ് അല്ലാണ്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഈ വീടിൻ്റെ ഒരു പ്രൈവറ്റ് ഏരിയയിലാണ്. അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു റീഡിങ് സ്പേസ്, ഒരു പ്രൈവറ്റ് ഏരിയ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ ഒരു സാധനം നമ്മൾ ചെയ്തിരിക്കുന്നത്. പലപ്പോഴും ഇത്തരം ഏരിയാസിൽ അത്യാവശ്യം നമുക്ക് ലൈറ്റ്, അതുപോലെ തന്നെ നമ്മുടെ എയർ സർക്കുലേഷൻ നടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൊത്തത്തിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പൺ സ്പേസിലേക്ക് പോവാം. വളരെ വിശാലമായ ഓപ്പൺ സ്പേസാണ്. ഇവിടെയും അത്യാവശ്യം നമ്മുടെ ഡ്രസ് റൂഫൊക്കെ ചെയ്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2x2 ടൈൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് അത്യാവശ്യം നല്ലൊരു സിറ്റിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ബെഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അപ്സ്റ്റെയറിലേക്ക് കയറുന്ന സമയത്ത് ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലൈഡിങ് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പിലേക്ക് കയറാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്പാരോസ് പെർച്ചിൻ്റെ വിശേഷങ്ങൾ. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റാണ്. ഒരു മിനിമലിസ്റ്റിക് രീതിയിൽ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ചെയ്തെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിനനുസരിച്ചിട്ട് തന്നെ വളരെ വൈഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.